ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് നോർത്ത് കേരള സെഷൻ ഡിവിയൻ മെസ്സഞ്ചറിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ചിന്ത ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, വേദപുസ്തകത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആഴ്ചയുടെ 1-ാം ദിവസത്തെക്കുറിച്ച് ഏകദേശം 9 പ്രാവശ്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി നമുക്ക് കാണുന്നത് അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ദൈവം 1-ാം ദിവസത്തെ സൃഷ്ടിച്ചുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1-ാം ദിവസത്തെ സൃഷ്ടിച്ചു, നല്ലതെന്ന് സന്ധ്യ വിശ്വസ്തമായി എന്ന് കണ്ട് നല്ലതെന്ന് ദൈവം കാണുവാനിടയിൽ തീർന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം 9 പ്രാവശ്യം വേദപുസ്തകത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളായിരിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാമെന്ന് പഠിപ്പിക്കുന്ന അനേക സഭകളെ നമുക്ക് കാണുവാൻ കഴിയും. ആഴ്ചവട്ടം 1-ാം ദിവസമാണ് ആരാധന ദിവസമെന്ന് പറഞ്ഞ് സഭയെ പഠിപ്പിക്കുന്ന അനേക സഭകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? അല്ലെങ്കിൽ 7-ാം ദിവസമാവുന്ന ശബത്ത് ദിനത്തിലാണോ ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഏത് ദിവസമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, ഏത് ദിവസമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ഏത് ദിവസമാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന അനേക സഭകളെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 17:27, യഹോവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നത് അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടു ഇരിക്കുന്നുവല്ലോ എന്ന് 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 27 രേഖപ്പെടുത്തി. യഹോവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നത് അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം യഹോവയെ ദൈവം ആകാശം ഭൂമി സമുദ്രമെല്ലാം സൃഷ്ടിക്കുന്നതായ സമയത്ത് ദൈവം 1-ാം ദിവസം സൃഷ്ടിച്ച്, അപ്രകാരം തന്നെ 6-ാം ദിവസം മനുഷ്യനെ രൂപത്തിൽ ചാരി സൃഷ്ടിച്ച് 7-ാം ദിവസത്തെ ദൈവം സ്വസ്ഥമായിരുന്നുവെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും. മാത്രമല്ല ദൈവം ആ ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുവാനേ തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നതായ ഒരു ദിവസമെന്ന് പറഞ്ഞത് അത് 7-ാമത്തെ ദിവസമാകുന്നു. എന്നാൽ 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4, 5, 6 ഈ ദിവസങ്ങളിൽ ദൈവം നല്ലതെന്ന് കണ്ട് ആ ദിവസത്തെ ഒന്നും ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചതായി വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദൈവം സ്വസ്ഥമായിരുന്ന ദിവസത്തെ അവിടെ ആ ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു എന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി 2:3 താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് യഹോവ 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത് ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചത് ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് അനുഗ്രഹിക്കപ്പെടാത്തതായി തീരുകയില്ല. അത് എന്നേക്കും എന്ത് ചെയ്യും, അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. മാത്രമല്ല പിന്നെ 2-ാമത് കാണുന്നത് പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിൽ ഉള്ളതൊക്കെ എന്ത് ചെയ്തു ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു കൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിച്ചു അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി പുറപ്പാട് പുസ്തകം 20:11 രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഹോവയെ ദൈവം 6 ദിവസം കൊണ്ട് ആകാശം ഭൂമി സമുദ്രത്തേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. 7-ാം ദിവസത്തെ എന്ത് ചെയ്തു, അവൻ സ്വസ്ഥമായി ഇരുന്നു കൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു. വേദപുസ്തകം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ ശബ്ബത്ത് നാളിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ശബ്ബത്ത് എപ്രകാരമായിരിക്കുന്നുവെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ശബ്ബത്തിൽ ദൈവത്തെ അഥവാ സൃഷ്ടിതാവിനെ നമസ്കരിക്കുവാൻ വെളിപ്പാടുകാരനായ യോഹന്നാന് വെളിപ്പാട് ലഭിക്കുന്നതായി നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും. ശബ്ബത്ത് നാൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ശബ്ബത്തിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 10 കൽപ്പനയ്ക്കകത്തും ശബ്ബത്തിനെ ശുദ്ധീകരിച്ചാൽ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ തന്നെയും അവസാന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകത്തിലും യോഹന്നാന് വെളിപ്പാടുകാരനായ യോഹന്നാൻ വിളിച്ചു വരുന്നത് കാണുമ്പോൾ അതെവിടെയാണ്? അത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6 തൊട്ട് നമ്മൾ 8 വരെ വായിക്കുമ്പോൾ 7 വരെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ശബ്ബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
സകല ജാതി ഗോത്ര ഭാഷ വംശമായ ഒരു അറിയിപ്പം തക്കവണ്ണം അവിടെ യോഹന്നാൻ ഇപ്രകാരം പറയാണ്, ഒരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നു ഞാൻ കണ്ടു, സകല ജാതി ഗോത്ര ഭാഷ വംശമായ ഒരു അറിയിപ്പം തക്കവണ്ണം അവൻ്റെ വക്കിൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അവിടെ പറയാണ്, ആകാശം പോയി സമുദ്രം ഉണ്ടാക്കിയവനെ എന്ത് ചെയ്യണം, നമസ്കരിക്കണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആകാശവും ഭൂമി സമുദ്രം ഉണ്ടാക്കിയവനെ നമസ്കരിക്കണമെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ പറയാണ്, ആകാശവും ഈ സമുദ്രം ഉണ്ടാക്കിയവനെ നമസ്കരിക്കണമെന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഹോവയെ ദൈവം ആകാശവും ഭൂമി സമുദ്രം ഉണ്ടാക്കി താനാകുന്നു, സൃഷ്ടിതാവ് താനാകുന്നത് കൊണ്ട് അവൻ യഹോവയെ ദൈവം എന്ത് ചെയ്തു, അവൻ ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയോടെ തീർന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, ശബ്ബത്ത് സ്വർഗത്തോളം നിലനിൽക്കുന്നെന്ന് നമുക്ക് സ്വർഗത്തോളം നിലനിൽക്കുന്നതായ ഒരു കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കൽപ്പന കൂടിയാണ് ശബ്ബത്ത് കൽപ്പന. പുതിയ ഭൂമിയിലും എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ ശബ്ബത്ത് നിലനിൽക്കുന്നു. 10 പ്രമാണങ്ങളുള്ളപ്പോൾ തന്നെയും ശബ്ബത്ത് കൽപ്പന അത് സ്വർഗത്തോളം നിലനിൽക്കുക മാത്രമല്ല, അത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും എന്ത് ചെയ്യുന്നു, അത് നിലനിൽക്കുന്നുവെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാപ്രവചന പുസ്തകം 56:6 നമ്മൾ വായിക്കുമ്പോഴും അവിടെ സകല അന്യജാതിക്കാരെ നിങ്ങളും എന്ത് ചെയ്യണം, എൻ്റെ വിശുദ്ധ ശബ്ബത്തിനെ നിങ്ങൾ ആചരിക്കുമെങ്കിൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ ഞാൻ വിശുദ്ധ പർവ്വതത്തിൽ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കും, ആനന്ദിപ്പിക്കുമെന്ന് അവിടെ യെശയ്യാപ്രവാചകനിലൂടെ യഹോവയെ ദൈവത്തിൻ്റെ അരുളപ്പാട് കാണുവാൻ കഴിയും. ജാതികളാകുന്നവരും അന്യജാതിക്കാരും എന്ത് ചെയ്യണം, അവരും വിശുദ്ധ ശബ്ബത്തിനെ അവർ ആചരിക്കുകയും അതിനെ അനുസരിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയി അല്ല വിശുദ്ധ പർവ്വതത്തിൽ കൊണ്ടുപോയി നിങ്ങളെ ആനന്ദിപ്പിക്കുക, സന്തോഷിപ്പിക്കുമെന്ന് അവിടെ കർത്താവായ ദൈവം യഹോവയെ ദൈവം തൻ്റെ ദാസനായി യെശയ്യാപ്രവാചകനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ശബ്ബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ശബ്ബത്തിൻ്റെ പ്രത്യേകത അത് സ്വർഗത്തിലുമുണ്ട്. അത് മാത്രമല്ല, അത് വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാവിന്റെ പുസ്തകം 58:13 ഇപ്രകാരം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പറയും, യഹോവയുടെ ശബ്ബത്ത് നാളിനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ആ ശബ്ബത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുമെങ്കിൽ യഹോവയുടെ ശബ്ബത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം, സന്തോഷമെന്നും ആനന്ദമെന്നും നിങ്ങൾ കരുതുവാണ്ടേ തീരണം. എങ്കിൽ എന്ത് ചെയ്യും, യാക്കോബിൻ്റെ ആ അനുഗ്രഹം കൊണ്ട് നിങ്ങളെ പോഷിപ്പിക്കുമെന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവം ഉടനീളം തന്നെ തിരുവെഴുത്തുകളിലെ നമ്മൾ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തന്നെ ശബ്ബത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 66:22 യെശയ്യാപ്രവചന പുസ്തകം 66:22 വായിക്കുമ്പോൾ അവിടെ എന്താണ്, നിങ്ങളുടെ പുത്രിപുത്രന്മാർ ശബ്ബത്ത് തോറും എന്ത് ചെയ്യും, എന്നെ നമസ്കരിക്കാൻ വരുമെന്ന് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ശബ്ബത്തിൻ്റെ പ്രത്യേകത രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ശബ്ദം മാറിപ്പോയി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന അനേക സഭകളെ, അനേക സംഘടനകളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ വീണ്ടും നമുക്ക് കാണുന്നത്, എന്നാൽ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിട്ടില്ല. മാത്രമല്ല, ദൈവം ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തെ ദൈവം ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുവാനോ അല്ലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലത്ത് യേശു പോലും ഒരിക്കലും തൻ്റെ അപ്പോസ്തലന്മാരോ ശിഷ്യന്മാരോ ഒരിക്കലും ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം, ദൈവത്തെ ആരാധിക്കണമെന്ന് കർത്താവ് യേശുവിൻ്റെ കൽപ്പനയുമില്ല, അപ്പോസ്തലന്മാരുടെ ഉപദേശവുമില്ല എന്ന് കാണുവാൻ കഴിയും. അവിടെ നമ്മൾ കാണുന്നത്, ഒന്നാമതായി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം നമ്മൾ കാണുന്നത് എവിടെയാണ്, ഉൽപ്പത്തി 1-ാം ദിവസം, സൃഷ്ടിപ്പിൻ്റെ 1-ാം ദിവസത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, പുതിയ നിയമത്തിൽ 8 പ്രാവശ്യം എന്ത് ചെയ്യുന്നു, ആഴ്ചയുടെ 1-ാം നാൾ എന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പം പുതിയ നിയമത്തിൽ തിരുവെഴുത്തുകളിലും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ മാത്രമല്ല, യേശുവിൻ്റെ സുവിശേഷങ്ങളിലും അല്ലെങ്കിൽ ലേഖനങ്ങളും ഒക്കെ എന്താണ്, ലേഖനം ഉൾപ്പെടെ 8 പ്രാവശ്യം നമുക്ക് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യമായി നമ്മൾ കാണുന്ന മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1-ാമത്തെ വാക്യം, ശബ്ബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടം 1-ാം ദിവസം വെളുക്കുമ്പോൾ മദീനക്കാരി മറിയയും മറ്റേ മറിയയും എന്ത് ചെയ്തു, അവർ കല്ലറ കാണുവാൻ ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇവിടെ രേഖപ്പെടുത്തിയ ശബ്ബത്ത് കഴിഞ്ഞ്, അപ്പം ശബ്ബത്ത് കഴിഞ്ഞ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും യേശു ക്രിസ്തു മരിച്ച് അവൻ കല്ലറ ഇരിക്കുന്ന സമയത്തും ആ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ത് ചെയ്തു, ആ ശിഷ്യഗണങ്ങൾ അവർ ദൈവത്തിൻ്റെ കൽപ്പനയാകും 4-ാം കൽപ്പന അനുസരിച്ച് അവരെന്ത് ചെയ്തു, ശബ്ബത്തിൽ കാത്തിരിക്കുക, അല്ലെങ്കിൽ ശബ്ബത്തിൽ അവർ സ്വസ്ഥമായിരിക്കുകയെ തീർന്നു. ആ ശബ്ബത്ത് കഴിഞ്ഞപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ദൈവകൽപ്പനയല്ല, അല്ലെങ്കിൽ അന്ന് സ്വസ്ഥമായിരിക്കേണ്ട ദിവസമല്ല. ആഴ്ചവട്ടം 1-ാം ദിവസം ദൈവം അതിനെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച ദിവസമല്ല. ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസം അവരെന്ത് വെളുക്കാറാകുമ്പോൾ എന്ത് ചെയ്തു, മദീനക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ രണ്ടാമത് കാണുന്നത്
മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 1 ശബത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും എന്ത് ചെയ്തു? അവർ ശലോമേൽ ചെന്ന് അവനെ പൂശേണ്ടത് സുഗന്ധവർഗം വാങ്ങി ആഴ്ചയുടെ 1-ാം നാൾ അത് അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ എന്ത് ചെയ്തു? കല്ലറയിൽ ചെന്നു എന്നവിടെ കാണുകയാണ്. ഈ ദിവസത്തെ ഈ കാണുന്ന 2 വാക്യങ്ങളിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ആരാധന ദിവസമായിരുന്നുവെന്ന്, അല്ലെങ്കിൽ ആഴ്ചയുടെ 1-ാം ദിവസം അവിടെ ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നുവെന്നോ ഒരു ആരാധന ദിവസമാകുന്നുവെന്നോ അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അവരെന്ത് ചെയ്തു? അവർ അതികാലത്ത് എഴുന്നേറ്റ് അവർ കല്ലറിലേക്ക് ഓടിച്ചെല്ലുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ കാണുവാനുള്ളതായ ആഗ്രഹത്തിൽ കൂടെ അവർ കല്ലറിലേക്ക് ഓടിച്ചെല്ലുന്നതായ ആ മഗ്ദലക്കാരി മറിയത്തെയും ശലോമയെയും നമുക്കിവിടെ കാണുവാൻ കഴിയും. മൂന്നാമതായിട്ട് ഇവിടെ ആഴ്ചവട്ട 1-ാം ദിവസം കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം തന്നെ അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ ആഴ്ചവട്ടത്തിന് 1-ാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരി മറിയയും ആദ്യം പ്രത്യക്ഷമായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. മാത്രമല്ല അവിടെ ഉയർത്തെഴുന്നേറ്റിട്ട് എന്താ സംഭവിച്ചത്? അവിടെ കാണുന്നത് താൻ 7 ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരി മറിയയ്ക്ക് കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? ആദ്യമായി പ്രത്യക്ഷമായി എന്നാണ് അവിടെ കാണുന്നത്. അവിടെ ഒരു ആരാധന ദിവസമായിട്ടോ അല്ലെങ്കിൽ ഒരു ആരാധന ചർച്ചയോ ഒന്നും അവിടെ എന്തില്ല. മഗ്ദലക്കാരി മറിയോ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു അവിടെ സംഭാഷിക്കുന്നില്ല. അങ്ങനെയുള്ളതായ ഒരു സംഭാഷണം അവിടെ കാണുന്നില്ല. ഇവിടെ സുവിശേഷം എഴുതിയിരിക്കുന്നത് അവിടെ എന്ത് ചെയ്തു? മഗ്ദലക്കാരി മറിയ കർത്താവ് യേശു ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം എന്ത് ചെയ്തു? ആദ്യമായി പ്രത്യക്ഷമാകുവാനിടയെ തീർന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാലാമതായി നമുക്ക് കാണുന്ന ലൂക്കോസിന്റെ സുവിശേഷം 23:54. ഈ വചനങ്ങൾ വളരെ വളരെ വ്യക്തമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കുകയും പഠിക്കേണ്ടതായ ആവശ്യമാണ്. ലൂക്കോസ് 23:54 പറഞ്ഞിരിക്കുന്നത് അന്ന് ഒരുക്കനാളായിരുന്നു. നമുക്കറിയാം യഹൂദന്മാരുടെ ഒക്കെ അവർ ആഴ്ചവട്ട വെള്ളിയാഴ്ച ദിവസം 6-ാമത്തെ ദിവസം എന്ത് ചെയ്യും? അവർ ശബത്തിന് വേണ്ടി ഒരുങ്ങുന്നതായ ഒരു രീതിയുണ്ട്. ശബത്തിന് വേണ്ടി അവർ ഒരുങ്ങും. അവരെന്ത് ചെയ്യും? അവർ സകല പ്രവൃത്തികളും തീർത്ത് അവരുടെ പണികളും ജോലികളും മാത്രമല്ല സകല കാര്യങ്ങളും അവർ തീർത്ത് എന്ത് ചെയ്യും? അവർ ശബത്തിൽ സ്വസ്ഥമായിരിക്കാൻ തക്കവണ്ണം ശബത്തിൽ ഒരു വേലയും ശബത്ത് കൽപ്പന അനുസരിച്ച് ഒരു വേലയും ചെയ്യരുതെന്നുള്ളതായ ആ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് അവരെന്ത് ചെയ്യും? ശബത്തിൽ ഒരു വേലയും ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ഒരാഴ്ചപ്പെട്ടത് 6-ാം ദിവസം അവരെന്ത് ചെയ്യും? അവർ ഒരുക്കങ്ങൾ നടക്കാറുണ്ട്. സകല കാര്യങ്ങളും തലേ ദിവസം തന്നെ വെള്ളിയാഴ്ച തന്നെ അവരെന്ത് ചെയ്യും? ഒരുക്കി വെച്ച് അവരുടെ പ്രവൃത്തിയെന്ന് അവരെന്ത് ചെയ്യും? അവർ സ്വസ്ഥമാകോടെ തീരും. 7-ാം ദിവസം സ്വസ്ഥതയിലേക്ക് അവരെന്ത് ചെയ്യും? അവരെ പ്രവൃത്തിയിൽ നിന്ന് വിരാമിച്ച് അവർ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാടെ തീരും. അതാണ് ഇവിടെ ഒരുക്കനാൾ എന്ന് പറയുന്നത്. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്തും ആരംഭിച്ചു. ഗലീലിൽ നിന്ന് അവനോട് കൂടെ പോകുന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവൻ്റെ ശരീരവും വച്ച വിധം കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരിമളതൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിങ്ങൾ എൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യരുത്? ശബത്ത് കൽപ്പന നിങ്ങൾ അനുസരിക്കേണ്ട എന്നൊരു ഉപദേശം അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ശിഷ്യഗണങ്ങൾ എന്ത് ചെയ്തില്ല? അവർ ശബത്ത് ആചരിക്കാൻ കടന്നു പോകുകയില്ലായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഐക്യ കാലഘട്ടത്തിൽ 3 വർഷക്കാലം അവൻ ഭൂമിയിൽ ദൈവരാജ്യം പ്രസംഗിച്ചപ്പോഴൊക്കെയും അവൻ പതിവ് പോലെ കർത്താവ് യേശു ക്രിസ്തു എന്തോ പതിവ് പോലെ അവൻ ശബത്തിൽ പള്ളിയിൽ പോയി എന്നാണ് ലൂക്കോസ് വിശേഷം അതിൻ്റെ 4-ാം അധ്യായത്തിൽ 16 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഒരു മാതൃകയായി തീരുകയാണ്. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുകയാണ്. അവൻ്റെ പതിവെന്ന് വെച്ചാൽ എന്തായിരുന്നു? അവൻ ശബത്തിൽ പതിവ് പോലെ അവൻ ആലയത്തിൽ കടന്നു പോകുവാനിടയിൽ എത്തിയിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യഗണങ്ങൾ ഒരിക്കലും യേശുവിൽ നിന്ന് ഒരു ശബത്ത് നിങ്ങൾ ആചരിക്കേണ്ട, അതനുസരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ശേഷം നീങ്ങിപ്പോകുമെന്ന് യേശുവിൻ്റെ ഭാഗത്തു നിന്ന്, യേശുവിൻ്റെ സംഭാഷണത്തിൽ നിന്ന്, അവൻ്റെ പഠിപ്പിക്കൽ നിന്ന് ഒരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല. അത് അങ്ങനെ ബൈബിളിൻ്റെ അല്ലെങ്കിൽ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ഇവിടെ ശിഷ്യകൾ എന്ത് ചെയ്തു? അവർ ആഴ്ചവട്ടത്തിൻ്റെ അല്ലെങ്കിൽ 6-ാം ദിവസം എന്ത് ചെയ്തു? ഒരുക്ക ദിവസത്തിൽ എന്ത് ചെയ്തു? അവർ ഒരുക്ക ദിവസമായിരുന്നു. അവർ ശബത്ത് ആരംഭിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ വെച്ച വിധം കണ്ടിട്ട് അവരെന്ത് ചെയ്തു? പരിമളതൈലം ഒരുക്കി അവർ ശബത്ത് കൽപ്പനയനുസരിച്ച് ശബത്തിൽ എന്ത് ചെയ്തു? കൽപ്പനയനുസരിച്ച് ശബത്തിൽ അവർ സ്വസ്ഥമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത വാക്യം 24-ന്റെ 5-ാമത്തെ വാക്യം. 5-ാമതായി ആഴ്ചപ്പെട്ട 1-ാം ദിവസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കോസ് വിശേഷം അതിന് 24-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചപ്പെട്ട 1-ാം ദിവസം
അതികാലത്ത് കല്ലറിലെത്തി. അപ്പം കൽപ്പനയെല്ലാം അനുസരിച്ച് അവരെന്ത് ചെയ്തു? അതികാലത്ത് തന്നെ ഇത് സുഗന്ധവർഗവും അവരൊരുക്കി വെച്ചിരുന്ന സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ട 1-ാം ദിവസം അതികാലത്ത് എന്ത് ചെയ്തു? ഞങ്ങളുടെ അരുമനായ കർത്താവിനെ കാണും നമ്മുടെ കൂടെ 33 വർഷക്കാലം ഞങ്ങളുടെ കൂടെ നടന്ന് അവരുടെ കൂടെ നടന്ന് ജീവിച്ചവനായ, അത്ഭുത പ്രവൃത്തി ചെയ്തവനായ, അനേക രോഗികളെ സൗഖ്യമാക്കിയവനായ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനായ ആ കർത്താവിനെ ഒരു നോക്ക് കാണുവാൻ തക്കവണ്ണം അവരെ ആഗ്രഹം എന്ത് ചെയ്തു? അവർ അതികാലത്ത് എഴുന്നേറ്റ് അവർ കല്ലറയിലേക്ക് ഓടിച്ചെന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ 6-ാമതായി കാണുന്നത്, ഈ ഭാഗത്തുനിന്നും അവിടെ ഒരു ആരാധനയെക്കുറിച്ചുള്ളതായ ചർച്ചയോ ഒരു ആകുലതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശങ്കയോ ഒന്നും ഇതില്ല. ആ ശിഷ്യകളിൽ കാണുന്നില്ല എന്ന് കാണുവാൻ കഴിയും. അതിനിവിടെ ആറാമതായിട്ട് ഇവിടെ ആഴ്ചവട്ട 1-ാം ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, ആഴ്ചവട്ട 1-ാം നാൾ മുതലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറ ചെന്ന് കല്ലറവാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കാണുവാടെ തീർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നത് 7-ാമത്തെ വാക്യം യോഹന്നാൻ 20:19 ഇങ്ങനെ പറയുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഈ ആഴ്ചവട്ട 1-ാം ദിവസത്തിൽ അവിടെ ശിഷ്യഗണങ്ങൾ യഹൂദന്മാരെ പേടിച്ച്, യഹൂദന്മാർ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ആ ഒരു കള്ളക്കഥയ്ക്ക് ഉണ്ടാക്കി അവിടെ പ്രചരിപ്പിക്കുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരെന്ത് യഹൂദന്മാരെ പേടിച്ച് മർക്കോസിൻ്റെ അവിടെ എന്താണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആഴ്ചയുടെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് അവർ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാൻ തീർന്നു. അപ്പം ഇവിടെ ഈ ശിഷ്യഗണങ്ങൾ അവർ ഭയന്നിരിക്കുകയാണ്, യഹൂദന്മാരെ പേടിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ആരാധനയുടെ അനുഭവമില്ല, ഒരു ആരാധനയുടെ ഒരുക്കമില്ല, യാതൊന്നും അവിടെ കാണുന്നില്ല. ആഴ്ച 1-ാം ദിവസം അത് വിശുദ്ധീകരിച്ച ദിവസമല്ല, അത് കർത്താവിൻ്റെ ദിവസമായി ആചരിക്കണമെന്ന് അവിടെ കർത്താവ് യേശു അവരോട് ഉപദേശിച്ചിട്ടില്ല. അപ്രകാരം തന്നെ അവർ ഭയന്നിരിക്കുകയാണ്. അവസരം കർത്താവായ യേശു ക്രിസ്തു അവർ നടുവിൽ വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനമെന്ന് രേഖപ്പെടുത്തി. 8-ാമതായി കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ഈ വാക്യം വളരെ തെറ്റായ രീതിയിൽ തന്നെ ഇന്ന് ഇതര സഭകൾ ഈ വാക്യത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് അനേകരിടയിലേക്ക് തെറ്റായ ധാരണകൾ കൊടുക്കുന്നതായി, മെസ്സേജുകൾ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ നിങ്ങൾ പറയുന്നത്, ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ പാപിച്ചതുകൊണ്ട് പാതിരാവരെ പ്രസംഗം നീട്ടി എന്ന് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസത്തിൽ എന്ന് പറയുമ്പോൾ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? സന്ധ്യയായി ഉഷസ്സമായി 1-ാം ദിവസം രേഖപ്പെടുത്തിയിരിക്കുമ്പം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ്. ഒരു ദിവസം തുടങ്ങുന്നതും ഒരു ദിവസം ആരംഭിക്കുന്നതും സൂര്യൻ ഉദിക്കുന്ന സമയം 6 മണി സമയത്താണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടം ആ സമയത്തെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് ദാനിയേൽ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദാനിയേൽ പ്രവാചകനായ ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 25 ഇപ്രകാരം പറയുന്നത്, അവൻ അത്യുന്നതിൻ്റെ വമ്പ് പറയും, അവൻ അത്യുന്നതിൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും, അവൻ സമയത്തെ നിയമത്തെ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നതായ ആ കൽപ്പന അല്ലെങ്കിൽ ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം എന്ന് പറയുമ്പോൾ അത് എവിടെ തുടങ്ങുന്നു? ആ സമയം തുടങ്ങുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയം 6 മണി സമയത്താണ്. അവിടെ ഒരു ദിവസം തീരുകയും പുതിയ ദിവസം തുടങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറഞ്ഞത്. അത് അർദ്ധരാത്രി 12 മണി എന്ന് പറഞ്ഞത് അതെന്താണ്? അതൊരു സൃഷ്ടിയാണ്, അത് പിശാചിൻ്റെ ഇടപെടലാണ്. അത് അർദ്ധരാത്രി 12 മണിയിലേക്ക് ആ സമയത്തെ കൊണ്ടുപോയത് പിശാചിൻ്റെ ഇടപെടലാണ്. ഇന്ന് ലോകം മുഴുവൻ ഈ ദിവസത്തെ ഇന്ന് അർദ്ധരാത്രി 12 മണി ദിവസത്തിൻ്റെ ചേഞ്ചായിട്ട് അവർ കണക്കാക്കുകയാണ്. എന്നാൽ ഇവിടെ ആഴ്ചയുടെ 1-ാം ദിവസം ഇവർ ചെല്ലുന്നത്, ഇവർ അപ്പം നുറുക്കാൻ കൂടി ഏത് സമയത്താണ്? ഈ സന്ധ്യ മയങ്ങുന്നതായ സൂര്യൻ അസ്തമിക്കുന്നതായ സമയത്താണ് എവിടെ അവർ അപ്പം നുറുക്കാൻ വേണ്ടി കൂടി വന്നത്. ഇത് അപ്പോസ്തലന്മാരുടെ അല്ലെങ്കിൽ ഒരു പതിവായിരുന്നു. അപ്പം നുറുക്കുവാൻ കൂടി വരുന്നതായ സന്ധ്യാസമയത്ത് അവർ ആഴ്ച 1-ാം ദിവസത്തിൽ കൂടി വരുന്നതായ ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു കാണാൻ സാധിക്കും. എന്നാൽ ഇവിടത്തെ കാണുന്ന മീറ്റിംഗ് ഒരു യാത്രയയപ്പാണ്. ആ ദിവസത്തെ അന്നത്തെ വിശുദ്ധ ശബത്തിൻ്റെ ആരാധന ശേഷം പൗലോസ് ഉണ്ടായിരുന്നതായ യോഗത്തിൽ വിശുദ്ധ ശബത്ത് ആരാധന ശേഷം രാത്രി ആഴ്ച 1-ാം ദിവസം വന്ന സമയത്ത് എന്ത് ചെയ്യാണ്?
അവർ വീണ്ടും പൗലോസിന് ഒരു യാത്രയപ്പുണ്ട്. അതുകൊണ്ട് തൻ്റെ ആത്മപ്രേരണയാൽ കർത്താവിൻ്റെ ആത്മാവ് പൗലോസിനെ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് സഭയെ ഉപദേശിക്കാൻ തക്കവണ്ണം പൗലോസ് എന്ത് ചെയ്തു? രാത്രി അവരുടെ കൂടെ കഴിയുകയാണ്. ആ മാത്രമല്ല, അവിടെ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ 15-ാം വാക്യം പറഞ്ഞത്, അവിടെ പ്രസംഗിച്ചൊരു സമയത്ത് തൂത്തിക്കോസ് എന്ന് പറഞ്ഞതായ മനുഷ്യൻ അവിടെ നിന്ന് എന്ത് ചെയ്ത്? പ്രസംഗം കേട്ടിരുന്ന വ്യക്തി താഴെ വീണ് മരിച്ചു. ആ മരിച്ചതായ അവന്മേ കർത്താവ് പൗലോസ് അപ്പോസ്തലൻ ചെന്ന് അവനെ വീണ് തഴുകി അവനെ ജീവനുള്ളതായി എഴുന്നേറ്റ് മറുപടിയെ തീർന്ന് കാണുവാൻ കഴിയും. അതിൻ്റെ 15-ാം വാക്യം പറഞ്ഞത്, പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്നു പുലരുവോളം പ്രസംഗിച്ച് പുറപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പുലരുന്ന സമയം എന്ന് പറഞ്ഞത് ഏതാണ്? ആഴ്ചയുടെ 1-ാം ദിവസം രാത്രി, അത് പുലരുക എന്ന് പറയുന്നത് ആഴ്ചയുടെ പകൽ സമയമാണ്, പ്രഭാതമാണ്. ആ പ്രഭാതത്തിൽ പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തു? അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ ആ ഞായറാഴ്ച അല്ലെങ്കിൽ ആ ആഴ്ചവട്ടത്തിൻ്റെ പകൽ സമയത്ത് അവിടെ ഒരു ആരാധന നടന്നവരെ കാണുന്നില്ല. അതിന് യാതൊരു ലക്ഷണമില്ലായിരുന്നു. അവിടെ എന്ത് ചെയ്തു? പൗലോസ് അവിടെ രാത്രി പ്രസംഗിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ ശബദകൽപ്പനയും ആഴ്ചവിട്ട് 1-ാം ദിവസവും തമ്മിലുള്ള വ്യത്യാസം ബൈബിൾ വളരെ വ്യക്തമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ശബദ നാളിനെ ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയോടെ തീർന്ന് ആ ശബദ കൽപ്പന അത് ഇവിടെ മാത്രമല്ല, അത് സ്വർഗത്തോളം നിലനിൽക്കുന്നത് മാത്രമല്ല, അത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ഉണ്ടെന്ന് യെശയ്യാപ്രവചന പുസ്തകം 66-ന്റെ 23, 22, 23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ശബദുണ്ട് രേഖപ്പെടുത്തി. ശബദ് എന്ന് പറയുന്നത് അത് സൃഷ്ടികർത്താവിനെ സ്മരിക്കുന്നതാണ്, സൃഷ്ടികർത്താവിനെ ഓർപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ സൃഷ്ടികർത്താവിനെ ആരാധിക്കാൻ തക്കുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ് ശബദ് എന്ന് പറയുന്നത്. അത് സൃഷ്ടികർത്താവിൻ്റെ ബന്ധത്തിലുള്ളതായതുകൊണ്ട് പുതിയ ഭൂമിയിലും പുതിയ ആകാശത്തിലും ശബദം നിലനിൽക്കുന്നു എന്ന് വേണം സാധിക്കും. അതുകൊണ്ട് നമ്മൾ വ്യക്തമായി തന്നെ എന്നെ കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ ഇത് വളരെ വേദപുസ്തകം വളരെ വ്യക്തമായി നിങ്ങൾ അത് പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയെ തീരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തെ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.